ഹലോ, നമ്മളിന്നൊരു മാങ്ങാക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇത് എല്ലാവർക്കും അറിയാമായിരിക്കും ഉണ്ടാക്കാനായിട്ട്. നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത് സെയിം പ്രോസസ്സ് തന്നെയാണ്, എല്ലാ കാര്യങ്ങളും സെയിമാണ്. കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കും. പക്ഷേ അറിയാൻ വയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും, അത് ഞാൻ ഗ്യാരണ്ടിയാണ്. അച്ചാറൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പം നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ കടുകും ഉലുവയും ഒക്കെ പൊട്ടിക്കുക. ഇനി നമുക്ക് ഇതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ നേരത്തെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, മാങ്ങ എല്ലാം ഞാൻ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ മാങ്ങയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന മാങ്ങ കുറച്ചൊരു വാടിയ മാങ്ങയാണ്. എന്ന് വെച്ചാൽ നമ്മൾ നല്ല ഫ്രഷ് പച്ചമാങ്ങ എടുക്കുകയാണെങ്കിൽ ഈ മാങ്ങ ഒന്ന് വാടി വരാൻ കുറച്ച് സമയം എടുക്കും. വെച്ചാൽ മാങ്ങ ഒന്ന് വെന്ത് ഈ അച്ചാറിൻ്റെ അല്ലെങ്കിൽ ഈ മാങ്ങാക്കറിയുടെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ മാങ്ങ നന്നായിട്ട് ഉടഞ്ഞ് ഒക്കെ വരുന്നൊരു പരുവമാണ്. അപ്പം നമ്മൾ ഫ്രഷ് പച്ചമാങ്ങ എടുത്തു കഴിഞ്ഞാൽ ഇതുടഞ്ഞ് വരാൻ വേവാൻ കുറച്ച് കൂടുതൽ സമയം എടുക്കും. അപ്പം ഒരു പഴുത്ത മാങ്ങയോ അല്ലെങ്കിൽ ഒരു ഇച്ചിരി വിളഞ്ഞ മാങ്ങയോ വാടിയ മാങ്ങയോ ഒക്കെ ആണെങ്കിൽ ചീത്തയായി പോത്തുമില്ല. നമുക്കിത് കുറച്ചുകൂടെ ടേസ്റ്റിൽ നമുക്കിത് എടുക്കാൻ പറ്റും. അപ്പോൾ അതാ ഈ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ നന്നായിട്ട് എണ്ണയിലിട്ട് വാട്ടുക. മാങ്ങ നമ്മൾ കുറച്ച് വലുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. നമുക്ക് ചില ബിരിയാണികളുടെ കൂടെയൊക്കെ മാങ്ങ അച്ചാർ കിട്ടില്ലേ, വലിയ പീസായിട്ടുള്ള ആ ഒരു പരുവത്തിലാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കേണ്ടത് നമ്മൾ സാധാരണ പൊടികൾ പോലെ തന്നെ, അച്ചാർ പൊടികളൊന്നും ചേർക്കുന്നില്ല. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. മഞ്ഞൾപ്പൊടി ചേർത്തു. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർക്കാം. മുളക് പൊടിയും കൂടി ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് നന്നായിട്ട് ഒരുപാട് മൂത്ത് നല്ല കറുത്ത നിറമാകുന്നത് വരെയൊന്നും വെയിറ്റ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വാടിക്കഴിയുമ്പോൾ നമുക്കൊന്ന് മൂത്തു എന്നൊക്കെ മനസ്സിലായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. ഈ ഒരു പരുവം മതി. അപ്പോൾ നമുക്കിതിലേക്ക് മാങ്ങ ഇടാം. എന്താ മാങ്ങ വലുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ മാങ്ങ കാണുമ്പോൾ തന്നെ മനസ്സിലാകും അത് ഇച്ചിരി ഒരു പഴുത്ത് ഒരു വാടിയൊരു മാങ്ങയാണ്. അപ്പോൾ അതിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കുക. ഇപ്പോൾ നമ്മൾ സാധാരണ അച്ചാറൊക്കെ ഇടുന്നൊരു പരുവത്തിനായിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ മാങ്ങ അച്ചാറിടുമ്പോൾ ഉള്ളൊരു പ്രോസസ്സ് ഇതാണ്. ഇതിലേക്ക് കായമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ അച്ചാറിടുന്നത് പോലെയാകും. പക്ഷെ നമുക്ക് മാങ്ങ കറിയല്ല വേണ്ടത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഇതിലേക്കൊരു ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വിനാഗിരിയാണ് ഒഴിക്കേണ്ടത്. നിങ്ങൾക്ക് ഒരുപാട് വിനാഗിരി ഇഷ്ടമില്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കാം. ഒരുപാട് വെള്ളമല്ല, കുറച്ച് വെള്ളമൊക്കെ ഉപയോഗിക്കാം. ഞാൻ വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത്രയും വിനാഗിരി ഒഴിക്കുന്നുള്ളൂ കേട്ടോ. ഞാനിവിടെ സാധാരണ അച്ചാറിടുമ്പോൾ വിനാഗിരി ഉപയോഗിക്കാറില്ല. വിനാഗിരി ഇല്ലാണ്ടാണ് അച്ചാറിടുക. പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്ക് ചാറ് വേണ്ടത് കൊണ്ട് ഞാനിപ്പോൾ വിനാഗിരി ആകുമ്പോൾ കുറച്ച് കൂടുതൽ ദിവസം ഇത് കേടുകൂടാതിരിക്കും. തിളപ്പിച്ച വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചീത്തയാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്. ഇതിലേക്ക് ഞാനൊരു 2 സ്പൂൺ, ചെറിയ സ്പൂണിൽ 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഷ്ടമുള്ളവർ ഇട്ടാൽ മതി കേട്ടോ. എനിക്ക് മധുരം ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാനത് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പൊക്കെ കറക്റ്റ് ചെയ്ത് ആ പഞ്ചസാര ഇട്ട് കഴിയുമ്പോൾ ഉപ്പും പുളിയെല്ലാം ഒക്കെ ഒന്ന് ബാലൻസ് ആകും. അപ്പോൾ ഉപ്പൊക്കെ നോക്കി ഉപ്പ് കുറച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്. ഇനി നന്നായിട്ട് തിളച്ചൊന്ന് സെറ്റായാൽ മതി. നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടിയൊക്കെ ഇട്ടെടുക്കാം. ഇത്രയേ ഉള്ളൂ മാങ്ങാക്കറി. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഒരു ഇഷ്ടം തോന്നുന്നുണ്ട്. ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇതൊന്ന് ചെയ്ത് നോക്കണം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇതും ഒരു മോര് കറിയൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കൂ കേട്ടോ. ടാറ്റാ.